Hello everyone, welcome back to Asylum Learning. It's me Jamshad. ഇത്തവണ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്നുള്ളത്. നമ്മുടെ സിലബസിലുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു തന്നാൽ ഈ ഒരു ഒറ്റ വീഡിയോയിൽ സെറ്റ് ആക്കാൻ പോവാണ്. ആക്ച്വലി നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത്. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ക്രിസ്മസ് എക്സാം വളരെ സൂപ്പറായിട്ട് എഴുതാൻ പോവുകയാണ് നമ്മൾ. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് കുറഞ്ഞ നിമിഷം കൊണ്ടാണ് നമ്മൾ കുറഞ്ഞ മിനിറ്റ് കൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. വേൾഡ് ഓഫ് ഹ്യൂമർ, തമാശയുടെ ലോകം. എന്താ തമാശ അല്ലേ? കംപ്ലീറ്റ് തമാശയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫുൾ ജോക്കാണ്. നോക്കാം നിങ്ങൾ ചിരിക്കോ ഇല്ലയോ എന്നറിയാം. ചിലപ്പോൾ നിങ്ങൾ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചതായിരിക്കും. എന്നാലും നോക്കാം. എവറിബഡി ലൈക്സ് ജോക്സ്. തമാശ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും തമാശ ഇഷ്ടമാണ് ഗൈസ്. ഹിയർ ആർ സം ഗുഡ് വൺസ്. കുറച്ച് നല്ല കിടിലൻ തമാശകളുണ്ട്. ഓക്കെ, റിലേറ്റഡ് ടു ഹ്യൂമറസ് സിറ്റുവേഷൻ ഫ്രം ദ ലൈഫ്സ് ഓഫ് എമിനന്റ് പേഴ്സണാലിറ്റീസ്. വലിയ ആൾക്കാർ, അതായത് വലിയ സയന്റിസ്റ്റുകൾ, വലിയ എഴുത്തുകാർ, ഇവരുടെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ തമാശകൾ, അതൊക്കെ ആ ഒരു ഹ്യൂമറസ് സിറ്റുവേഷനിൽ സംഭവിച്ചിട്ടുള്ള തമാശകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യത്തെ തമാശ ആരുടേതാണ്? അതിന് മുമ്പ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു തമാശയുണ്ട്. ആ ഒരു കോട്ടാണ് പറയുന്നത്. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 9. ഞാൻ എന്നും രാവിലെ 9 മണിയാകുമ്പോൾ എണീക്കും. എന്നിട്ടോ ഗ്രാബ് ഫോർ ദ മോർണിംഗ് പേപ്പർ. രാവിലത്തെ പത്രം എടുത്തും കൊണ്ട് നോക്കും. പത്രം കൊണ്ട് നൂർത്തും. എന്നിട്ട് ദെൻ ഐ ലുക്ക് അറ്റ് ദ ഒബിച്വറി പേജ്. എന്നിട്ട് എന്താക്കും? ഈ ഒരു ചരമകോളല്ലേ, ചരമകോളുള്ള ആ ഒരു പേജില്ലേ, ആ പേജും കൊണ്ട് നോക്കും. ഇഫ് മൈ നെയിം ഈസ് നോൺ ഇറ്റ്. എന്നിട്ട് ആ ചരമകോളത്തിൽ എൻ്റെ പേരില്ലെങ്കിൽ ഞാൻ എന്താക്കും? ഐ ഗെറ്റ് അപ്പ്. ഞാൻ എഴുന്നേൽക്കും. അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. എന്താ തമാശ അല്ലേ? ചളിയല്ലേ ഗൈസ്? ഇത് വല്ലാത്തൊരു ചളിയായി പോയിട്ടുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു കിടിലൻ ചളി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏതായാലും മുപ്പര് തമാശയാണ് ഉദ്ദേശിച്ചത്. വളരെ ചെറിയ കുട്ടികളുടെ തമാശയായിരിക്കും. നമുക്കത് വലിയൊരു കോമഡി ആയിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയാം. അടുത്തത് ഓക്കെ, ഇങ്ങനെ എല്ലാവരും നമ്മളിങ്ങനെ ചിരിക്കണം എന്നാണ് മുപ്പര് ഉദ്ദേശിച്ചത്. ഏതായാലും നോക്കാം. ആർതർ കോനാൽ ഡോയൽ വലിയൊരു ഡിറ്റക്റ്റീവ് ആണ് കേട്ടോ. ഓക്കെ, വലിയൊരു ഡിറ്റക്റ്റീവ് ആണ് ആർതർ കോനാൽ ഡോയൽ എന്ന് പറയുന്നത്. ഡിറ്റക്റ്റീവ് റൈറ്റർ ആണ്. ദ ഫേമസ് ഓതർ ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. വലിയ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഒക്കെ എഴുതുന്ന ഒരാളാണ് ആർതർ കോനാൽ ഡോയൽ എന്ന് പറയുന്ന ഇദ്ദേഹം. ഓക്കെ, വൺസ് വെന്റ് ടു പാരീസ്. ഒരിക്കല് പാരീസിലേക്ക് പോയി. ഫ്രാൻസിലേക്ക് പോയി. ഹി ഹയർഡ് എ ക്യാബ്. അദ്ദേഹം എന്താക്കി? ഒരു ക്യാബ്, ഒരു വാഹനം വാടകയ്ക്ക് എടുക്കുക. ആക്ച്വലി അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സി വിളിക്കാറില്ലേ, അതിനാണ് ഒരു ക്യാബ് ഹയർ ചെയ്യാന്ന് പറയാം. ദ റെയിൽവേ സ്റ്റേഷൻ ടു ഗോ ടു ദ ഹോട്ടൽ. അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താക്കി? ഒരു ക്യാബ് വാടകയ്ക്ക് എടുത്തു. വിച്ച് മീൻസ് ക്യാബിന് പൈസ കൊടുത്ത് നമ്മൾ ഓട്ടോയിലൊക്കെ പോലെ അതുപോലെ. ഓക്കെ, ക്യാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാറാണ് ഉദ്ദേശം. വാട്ട് ഹോട്ടൽ വുഡ് യു ലൈക്ക് ടു ഗോ ടു മിസ്റ്റർ കോനാൽ ഡോയൽ? ആ ക്യാബ് മാൻ ചോദിക്കുകയാണ്, ഇയാൾ ചോദിക്കുകയാണ്. ക്യാബ് മാൻ എന്ന് പറഞ്ഞാൽ ക്യാബിൻ്റെ ഡ്രൈവർ ചോദിക്കുകയാണ്, മിസ്റ്റർ ആർതർ കോനാൽ ഡോയൽ, നിങ്ങൾക്ക് എങ്ങോട്ടാണ്, ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടതെന്ന്. അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇദ്ദേഹത്തിന്റെ പേര് ഇങ്ങേർക്ക് എങ്ങനെ അറിയാം അല്ലേ? ദ റൈറ്റർ വാസ് ഗ്രേറ്റ്ലി സർപ്രൈസിംഗ്. ഒരു അത്ഭുതപ്പെട്ടു പോയി. ഹൗ ഡു യു നോ മൈ നെയിം? ഹി ആസ്ക്ഡ്. അപ്പോൾ ചോദിച്ചു, അല്ലടോ നിങ്ങൾക്ക് എന്നെ പേരെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. വെൽ ഇറ്റ്സ് സിമ്പിൾ. ദ ക്യാബ്മാൻ പറയാണ്. ക്യാബ്മാൻ പറഞ്ഞു, വളരെ സിമ്പിളാണ്. ദ അതർ ഡേ ഐ read in the newspaper that you would probably visit Paris in this week. ഞാനൊരു പത്രത്തിൽ വായിച്ചിരുന്നു, നിങ്ങൾ ആർതർ കോനാൽ ഡോയൽ മിക്കവാറും ഈ ഒരു ആഴ്ച മിക്കവാറും പാരീസ് സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓൾറെഡി ന്യൂസ് വായിച്ചിട്ടുണ്ട്. And then I noticed that your suit was made of good English tweed. ഇംഗ്ലീഷ് ട്വീറ്റ് പറഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു വൂളൻ കൊണ്ടുണ്ടാക്കിയ, ശീല കൊണ്ടുണ്ടാക്കിയ. ട്വീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ് വൂളൻ ഫാബ്രിക് ആണ്. ഒരു സ്പെഷ്യൽ ഇംഗ്ലീഷ് ട്വീഡ് കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇതായിരിക്കും മിക്കവാറും അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള അദ്ദേഹം എന്ന് പറയുന്നത്. കാരണം എന്താണ്, അങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇവിടെ ആരും ഇടാറില്ല. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഇന്നാൾ നല്ല പത്രത്തിൽ വായിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് കണക്ട് ചെയ്തപ്പോൾ ഇത് മിക്കവാറും ആർതർ കോനാൽ ഡോയൽ ആണെന്ന് കണക്കാക്കി. വണ്ടർഫുൾ സെഡ് കോനാൽ ഡോയൽ പറഞ്ഞു, ഒരു രക്ഷയില്ല, കിടിലൻ. യു ആർ എ ബോൺ ഡിറ്റക്റ്റീവ്. നിങ്ങളും ഒരു ഡിറ്റക്റ്റീവാണ്. കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നൊരു നിഗമനം എത്തുക എന്നുള്ളതാണ് എൻ്റെ ഡിറ്റക്റ്റീവിൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ ഡിറ്റക്റ്റീവ് പറഞ്ഞു, നിങ്ങൾ മൂപ്പർ പറഞ്ഞു, ഒരു ഡിറ്റക്റ്റീവ് തന്നെ കേട്ടോ, ഈ ശരിക്കൊരു ജന്മന ഒരു ഡിറ്റക്റ്റീവ് തന്നെയാണെന്ന് ഭയങ്കര സർപ്രൈസ് കൊടുത്തു. താങ്ക് യു സർ. ദ ക്യാബ്മാൻ റിപ്ലൈ. ഓക്കെ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ക്യാബ്മാൻ റിപ്ലൈ ഒക്കെ കൊടുത്തു. ഇയാൾ പറഞ്ഞു, താങ്ക് യു അപ്രീസിയേഷൻ ഒക്കെ ചെയ്തു, നന്ദി. ഓക്കെ, ബട്ട് ഐ എം നോട്ട് എക്സാക്ട്ലി എ ഗുഡ് ഡിറ്റക്റ്റീവ്. എന്നിട്ട് ക്യാബ്മാൻ എന്നെ പറയാണ്, പക്ഷേ ഞാൻ അത്ര നല്ല ഡിറ്റക്റ്റീവ് ഒന്നും അല്ല. ക്യാബ്മാൻ പറയാണ്, ഓക്കെ, വൈ ഡു യു സേ ദാറ്റ്? ആസ്ക്ഡ് കോനാൽ ഡോയൽ. അവനെ മുപ്പരോട് ചോദിക്കുകയാണ്, മുപ്പരോട് ചോദിക്കുകയാണ്, അല്ലടോ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞേ? ഇപ്പോൾ ഓൾറെഡി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. എൻ്റെ ഒരു ന്യൂസ് പേപ്പർ കണ്ടു, എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഇനി മനസ്സിലാക്കിയല്ലോ, ഞാനാണെന്ന് മനസ്സിലാക്കിയല്ലോ. എങ്ങനെ ഓക്കെ, യു സീ സർ, യുവർ നെയിം ഈസ് റിട്ടൺ ഓൺ യുവർ ലഗേജ്.
ഇത്ര നിങ്ങളുടെ പേര് ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, പേര് ആ ഒരു ലഗേജുമേൽ എഴുതി വെച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ വന്നതായിരിക്കും മിക്കവാറും ആ ഒരു ലഗേജുമേൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ അതിലും സിമ്പിളായിട്ടുള്ള വഴിയുണ്ട്. ആക്ച്വലി ബാഗുമേൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇന്നലത്തെ പത്രത്തിലെ വാർത്ത ഡ്രസ്സിൻ്റെ ആ ഒരു പിന്നെ ഡ്രസ്സിൻ്റെ ആ ഒരു തുണി ആ ഒരു ശീലയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത്ര വലിയ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ കൂടി ബുദ്ധിയുള്ള ഡിറ്റക്റ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യുക, ബാഗുമേൽ തന്നെ പേരുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് ഏറ്റവും ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊരു കോമഡി ആയിട്ട് അവതരിപ്പിച്ചതാണ്. ഓക്കെ, നിങ്ങൾക്ക് കോമഡി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു കോമഡി എന്ന് പറയുന്നത് മാർക്ക് ട്വെയിൻ ആണ്. ദ ഫേമസ് അമേരിക്കൻ റൈറ്റർ ആണ്, നല്ലൊരു എഴുത്തുകാരനാണ്, ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനാണ്. വാസ് ട്രാവലിംഗ് ഇൻ ഫ്രാൻസ്. അദ്ദേഹം ഫ്രാൻസിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ വൺസ് ഹി വാസ് ഗോയിങ് ബൈ ട്രെയിൻ ടു ഡിജോൺ. അയാൾ ഫ്രാൻസിൽ നിന്ന് എങ്ങോട്ട് പോവാണ്? ഡിജോണിലേക്ക് പോവാണ്. ഡിജോൺ. ഓക്കെ, ഫ്രാൻസിൽ നിന്ന് ഡിജോണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ദാറ്റ് ആഫ്റ്റർനൂൺ, അന്ന് വൈകുന്നേരം. ഹി വാസ് വെരി ടയർഡ് ആൻഡ് വാണ്ടഡ് ടു സ്ലീപ്പ്. അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണം. ഓക്കെ, വേറെ യാത്രകളൊക്കെ ചെയ്ത് വന്നതാണ്. അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണം, അദ്ദേഹത്തിന് ഉറങ്ങണമെന്നുണ്ട്. ഹി therefore asked the conductor, അവിടെ ഉണ്ടാകുന്ന TTR ലൈറ്റ്, നമ്മുടെ ട്രെയിനിലൊക്കെ TTR എന്ന് പറയാം, അവിടെ കണ്ടക്ടർ എന്ന് പറയും. ഓക്കെ, ഏതായാലും കണ്ടക്ടർ ടു wake him up when they reached ഡിജോൺ. മോനെ, നമ്മളിപ്പോൾ ഇവിടുന്ന് പോവാണ്, ഡിജോണിലെത്തിയാൽ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞു. കണ്ടക്ടർ പറഞ്ഞു, ഞാൻ ഡിജോണിലെത്തി എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞേ. But first he explained that he was very ഹെവി സ്ലീപ്പർ. ഞാനൊരു ഹെവി സ്ലീപ്പർ ആണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ആ കണ്ടക്ടറോട് പറഞ്ഞു കൊടുത്തു, ഞാനുണ്ടല്ലോ ഒരു ഹെവി സ്ലീപ്പർ, ഉറങ്ങിയാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല, ഉണർത്തിയാൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. I'll probably protest loudly when you try to wake me up. എന്നെ നിങ്ങൾ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്താക്കും? പ്രൊട്ടസ്റ്റ് ചെയ്യും. ഞാൻ എന്താക്കും? എതിർക്കും. മിക്കവാറും, പ്രോബബ്ലി പറഞ്ഞാൽ മിക്കവാറും ഞാൻ നിങ്ങൾ എന്താക്കും? എതിർക്കും. ആരടാ നീ എന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ദേഷ്യം പിടിക്കും എന്ന് ആദ്യമേ പറഞ്ഞു കൊടുത്തു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് നീ എന്ത് തന്നെയാണെങ്കിലും എന്നെ എന്താക്കണം? ആ ഒരു ഡിജോണിലെത്തുന്ന സമയത്ത് എന്നെ എന്താക്കണം? വിളിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഹി സെഡ് ടു ദ കണ്ടക്ടർ. അങ്ങനെ കണ്ടക്ടറോടൊക്കെ പറഞ്ഞ് സെറ്റാക്കി. ബട്ട് ഡു നോട്ട് ടേക്ക് എനി നോട്ടീസ്, ജസ്റ്റ് പുട്ട് മീ ഓഫ് ദ ട്രെയിൻ. ഓക്കെ, ഞാൻ അങ്ങനെ ദേഷ്യം പിടിക്കൊന്നും ചെയ്തൊന്നും നീ എന്താക്കണ്ട, കാര്യമാക്കണ്ട. നീ എന്താക്കിക്കോ, ജസ്റ്റ് എന്നെ എന്താക്കിയ ട്രെയിനിന് എന്ത് നിലക്കാണെങ്കിലും എന്നെ എന്താക്കണം? പുറത്തേക്ക് ഇറക്കണം, എന്നെ പുറത്തേക്ക് ഇറക്കി വിടണം എന്ന് ആദ്യമേ കണ്ടക്ടറോട് പറഞ്ഞ് സെറ്റാക്കി ആര്? മാർക്ക് ട്വെയിൻ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു ഗൈസ്? ഓക്കെ, when മാർക്ക് ട്വെയിൻ woke up, അവസാനം മാർക്ക് ട്വെയിൻ ഇങ്ങോട്ട് ഉറക്കുന്നിങ്ങോട്ട് എണീച്ചപ്പോൾ ദ ട്രെയിൻ വാസ് ഓൾറെഡി ഇൻ പാരീസ്. പാരീസിലെത്തിപ്പോയി. അത് ഡിജോണും കഴിഞ്ഞിട്ട് എവിടെ എത്തിപ്പോയി? പാരീസിലെത്തിപ്പോയി. അവരെല്ലാവരും പാരീസിലെത്തിപ്പോയി. അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ദേഷ്യം പിടിക്കൂലേ? ഓക്കെ, ദ ആംഗ്രി റൈറ്റർ ran up to the conductor. ദേഷ്യം പിടിച്ച് മാർക്ക് ട്വെയിൻ എങ്ങോട്ട് പോയി? കണ്ടക്ടർ അടുത്ത് പോയിട്ട് പറയാണ്. ആൻസർ പറഞ്ഞു, I've never been so angry in all my life. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ എത്രക്ക് ദേഷ്യം പിടിച്ചിട്ടില്ല. എന്നോടല്ലടാ പറഞ്ഞ ഡിജോണിൽ ഇറക്കണം, ഇങ്ങോട്ട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ എന്നങ്ങോട്ട് ചോദിച്ചു. ദ കണ്ടക്ടർ looked at him calmly. വളരെ പിന്നെ സമാധാനത്തോടു കൂടി ഭയങ്കര കൂളായിട്ട് പറഞ്ഞു കൊടുത്തു, You are not half as angry as the American whom I put off the train at the Dijon. നിങ്ങൾ നേരത്തെ ഒരു അമേരിക്കക്കാരനുണ്ടായിരുന്നു, ഇദ്ദേഹത്തെ തന്നെ പറ്റി പറയാവുന്നേ, ഹും ഐ പുട്ട് ഓഫ് ദ ട്രെയിൻ അറ്റ് ഡിജോൺ. ഡിജോണിൽ ഞാൻ ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ അത്രക്കൊന്നും ദേഷ്യങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങേരെ തന്നെ ഈ മാർക്ക് ട്വെയിനെ തന്നെ ഡിജോണിലെത്തുന്ന സമയത്ത് മൂപ്പര് വിളിച്ചപ്പോൾ അജാതി ചൂടാവൽ. ആ ചൂടാവൽ കാരണം മൂപ്പര് എന്താക്കി? അവിടെ ടച്ച് പോയി. അജാതി ചൂടാവൽ. അപ്പോൾ പറയാണ്, ഇപ്പം രണ്ടാമത് ചൂടായപ്പോൾ പറയാണ്, നേരത്തെ ഞാൻ ഡിജോണിലെത്തിയപ്പോൾ വിളിച്ചപ്പോഴേ അയാളുടെ അത്ര ചൂടാവലൊന്നുമില്ല, അയാളുടെ പകുതി ചൂടാവലും കൂടി ഇല്ല നിങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു തമാശ അല്ലേ? ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ തമാശയും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ തമാശ, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാണെന്ന്. വാസ് അപ്പാരന്റ്ലി എ ലേറ്റ് ടോക്കർ. അതായത് നമ്മൾ ജനിച്ചിട്ട് ഒരു 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മിക്ക കുട്ടികളും സംസാരിച്ച് തുടങ്ങും. പക്ഷേ ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിച്ച് തുടങ്ങിയില്ല. ആൻഡ് ഹിസ് പാരൻസ് were worried about his mental development. അവൻ്റെ മെൻ്റൽ ഡെവലപ്പ് ആവുന്നത് ഡിലേ ആവുന്നതിനെ പറ്റി അവരിങ്ങനെ ബേജാറായി നിൽക്കണം. അവരിങ്ങനെ ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുട്ടി സെറ്റാവൂലേ എന്നൊക്കെ ചോദിച്ചു. അറ്റ് ലാസ്റ്റ് അത് സപ്പർ ടേബിൾ, അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരെന്താക്കി? ടേബിൾ അതായത് രാത്രിത്തെ ഭക്ഷണം, ഡിന്നർ കഴിക്കുന്ന സമയത്ത് അവരെന്താക്കി? ഒരു രാത്രി ഹി ബ്രോക്ക് ഹിസ് സൈലൻസ് ടു സേ, അങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവനും വല്ലാതെ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രശ്നം. ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് ഒരു ദിവസം അവൻ പറയാണ്, ദ സൂപ്പ് ഈസ് ടു ഹോട്ട്. ഈ സൂപ്പിന് എന്തൊരു ചൂടാ. സൂപ്പ് ഇങ്ങനെ കുടിച്ച് പറയുന്നത്, ഈ സൂപ്പിന് എന്തൊരു ചൂടാന്ന് പറഞ്ഞു കൊടുത്ത്. ഗ്രേറ്റ്ലി, അപ്പോൾ പാരൻസിനൊക്കെ ഭയങ്കര സംശയം, ഇവനൊന്നും മിണ്ടി കിട്ടിയല്ലോ. ഗ്രേറ്റ്ലി റിലീവ്ഡ്, ഭയങ്കരമായിട്ട് ഒരു ആശ്വാസമായി അവർക്ക് എല്ലാവർക്കും. ഹിസ് പാരൻസ് ആസ്ക്ഡ് വൈ ഹി ഹാഡ് നെവർ സെഡ് എ വേർഡ് ബിഫോർ. അല്ല മോനെ, നീ കുറേ കാലമായിട്ട് വാക്കുകളൊന്നും പറയാറില്ലായിരുന്നല്ലോ, നീ വല്ലാതൊന്നും സംസാരിക്കാറില്ലായിരുന്നല്ലോ, എന്തായിരുന്നു കാരണം എന്ന് പറഞ്ഞു.
ആൽബർട്ട് റിപ്ലൈ കൊടുത്തു ബിക്കോസ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടുഡേ. ഇന്ന് വരെ സൂപ്പൊക്കെ കറക്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു, ചൂട് കറക്റ്റ് ആയിരുന്നു, ഒരു പ്രശ്നമില്ല, ഫുഡിനൊന്നും ഒരു പ്രശ്നമില്ല. മൂപ്പർക്ക് മെയിനായിട്ട് ഫുഡാണ്, ഫുഡ് കറക്റ്റ് ആയാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ മിണ്ടേണ്ട ആവശ്യമുള്ളൂ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇത് മറ്റൊരു തമാശയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോ. ഈ ഒരു ചാപ്റ്റർ മനസ്സിലായല്ലോ. ആകെ 3 സിമ്പിൾ ആയിട്ടുള്ള ഹ്യൂമറുകളേ ഉള്ളൂ. ഈ ഹ്യൂമർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ചോദ്യങ്ങൾ. നിങ്ങൾ ഫ്രീ നോട്ട്സിന് വേണ്ടിയും അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള വാട്സപ്പ് ലിങ്കിലൂടെ നിങ്ങൾ എന്താക്കുക, ജോയിൻ ചെയ്യുക. മാത്രമല്ല ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വാട്സപ്പ് ചാനലിലേക്ക് എത്തും. 7ാം ക്ലാസ്സുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണ്. ജോയിൻ ചെയ്യുക. പോൾ ക്വസ്റ്റ്യൻ ആയിട്ടും USSൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ടും നമ്മുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്തും വോയിസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ഇൻഫർമേഷൻസ് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഏത് ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. മാത്രമല്ല നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ നിങ്ങളുടെ 7ലെ ഫ്രണ്ട്സിന് എന്താക്കുക, അയച്ചു കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം അവർ പഠിക്കട്ടെ, ക്രിസ്മസ് എക്സാമിന് അവർക്കും മാർക്ക് നേടട്ടെ, സെറ്റ് ആവട്ടെ, പോകട്ടെ. താങ്ക് യു. ലെറ്റ്സ് സീ in another video with another session. It's me Jamshad signing off from Xylem Learning. Bye bye.